ശബരിമല കേസിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ഹൈക്കോടതിയിലെ ശബരിമല ഹർജികൾ സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി. എം ഉണ്ണികൃഷ്ണൻ ചേരുന്ന വിവരവുമായി. ഉണ്ണി, എന്ത് സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം കോടതി തള്ളിയത്? ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള എല്ലാ ഹർജികളും സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ഇതിനായി നൽകിയ ട്രാൻസ്ഫർ ഹർജി പരിഗണിക്കാനാണ് സുപ്രീം കോടതി ഇന്ന് വിസമ്മതിച്ചിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെ സംസ്ഥാന സർക്കാരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ വിജയ് ഹൻസാരിക അറിയിച്ചത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിലവിൽ 9 ഹർജികളുണ്ട്. സുപ്രീം കോടതി തന്നെ ശബരിമല വിഷയം പരിഗണിക്കുന്നത് കൊണ്ട് പുനഃപരിശോധനാ ഹർജികളിൽ വാദം കേട്ട് വിധി പറയാനായി വെച്ച സാഹചര്യത്തിൽ ആ ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്നായിരുന്നു. എന്നാൽ സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് പല ഭിന്നമായ വിഷയങ്ങളാണ്. ശബരിമലയുടെ മുകളിലേക്കുള്ള യാത്രാക്കൂലി എത്രയായിരിക്കണം എന്നതടക്കം സംബന്ധിച്ചുള്ള വിഷയങ്ങളാണുള്ളത്. അതിൽ സുപ്രീം കോടതിക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഹർജികൾ പരിഗണിക്കാൻ കോടതി വിസമ്മതിച്ചിരിക്കുന്നത്. ഏതായാലും കോടതിയുടെ നിലപാടിനെ തുടർന്ന് ട്രാൻസ്ഫർ ഹർജികൾ പരിഗണിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് സർക്കാർ പിന്മാറുകയും ചെയ്തു. സംസ്ഥാന സർക്കാർ ഈ ഒരു ആവശ്യം ഉന്നയിച്ചതിലൂടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്താണ്? ഈ തീരുമാനം സർക്കാരിനെ ഏത് രീതിയിലാണ് തിരിച്ചടിയാകുന്നത്? സർക്കാരിന് ഇത് തിരിച്ചടി തന്നെയാണ്. കാരണം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട ട്രാൻസ്ഫർ ഹർജികളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ടായിരുന്നത് നിരീക്ഷണ സമിതിയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ഹൈക്കോടതി നിരീക്ഷണ സമിതിയെ നിയമിച്ചത് സംസ്ഥാനത്തിലെ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളുടെ മുകളിലുള്ള കടന്നുകയറ്റമാണെന്ന് ഈ ഹർജിയിൽ സംസ്ഥാന സർക്കാർ വാദിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ആവശ്യങ്ങളുള്ള വിഷയം ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിലേക്ക് മാറ്റുക എന്നതാണ് സർക്കാർ ഈ ഹർജിയിലൂടെ ഉദ്ദേശിച്ചിരുന്ന കാര്യം. പക്ഷേ ആ ആവശ്യം ആണ് ഇപ്പോൾ നിരസിക്കപ്പെട്ടിരിക്കുന്നത്. തുടരുക ഉണ്ണി. ഇപ്പോൾ രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. രാഹുൽ ഈശ്വർ, ഈ ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണം എന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. താങ്കൾ എങ്ങനെ ഈ സാഹചര്യത്തെ കാണുന്നു? സ്വാഗതാർഹമായ നീക്കമാണ്. പലപ്പോഴും സംസ്ഥാന സർക്കാർ സമയം മേടിക്കാനും അല്ലെങ്കിൽ ടൈം സ്റ്റോളിങ്ങിന് വേണ്ടി മാത്രമാണ് ഇത്തരം ടാക്ടിക്സ് ചെയ്തിരുന്നത്. കേരള ഹൈക്കോടതി നിയമിച്ച അവിടുത്തെ നിരീക്ഷക കമ്മീഷൻ അടക്കം കേരള സർക്കാരിനെതിരെ ശക്തമായ റിപ്പോർട്ടുകളാണ് നൽകിയത്. കനകദുർഗയും ബിന്ദുവിനെയും ഒളിച്ചു കടത്തിയതിനെതിരെ അടക്കം അവിടുത്തെ ആരെയും അറിയിക്കാതെ ഇത്തരം പ്രവർത്തികൾ ചെയ്തതും സംസ്ഥാന സർക്കാർ അവിടെ ചെയ്ത ശരിയല്ലാത്ത നടപടികളെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നിശ്ചിതമായ വിമർശനം വന്നപ്പോൾ, ഹൈക്കോടതിയുടെ നിരീക്ഷണ സമിതിയുടെ ഭാഗത്തുനിന്ന് നിശ്ചിതമായ വിമർശനം വന്നപ്പോൾ അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായി എത്ര കക്കൂസ് കിട്ടുന്നതല്ല അവരുടെ ജോലി എന്ന് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാർ അടക്കം പറയുകയും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇത് സുപ്രീം കോടതിയിലേക്ക് മാറ്റി എങ്ങനെങ്കിലും കാലവിളംബം വരുത്തണം എന്ന രീതിയാണ് സർക്കാർ സ്വീകരിച്ചത്. അതിന് ഏറ്റൊരു തിരിച്ചടി തന്നെയാണിത്. സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് വളരെ ലോ ആണ് ഈ കേസ്. ഹൈക്കോടതിയിലാണെങ്കിലും സുപ്രീം കോടതിയിലാണെങ്കിലും വിശ്വാസികളോട് സെൻസിറ്റീവായ സമീപനം സ്വീകരിച്ചില്ല. ഒരവസരത്തിൽ നമ്മൾ ഓർക്കണം, ഒരു കേരള ഹൈക്കോടതി പോലും പറയുകയുണ്ടായി പിറവം പള്ളി കേസിൽ കാണിച്ച അവധാനതയോ സൂക്ഷ്മതയോ ശബരിമല കേസിൽ വേണ്ട രീതിയിൽ സർക്കാർ കാണിച്ചു എന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊരു പരാമർശം ഉണ്ടായി. പിന്നെ അതിൽ നിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയെങ്കിലും അപ്പോൾ അത്രമാത്രം വിശ്വാസികളോട് സെൻസിറ്റീവായ ഒരു വികാരം കാണിച്ചില്ല, അമ്പലത്തോടൊരു ബഹുമാനം കാണിച്ചില്ല. കേരളത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം എല്ലാ വർഷവും കൊണ്ടുതരുന്ന 10,000 കോടിയിലധികം രൂപ നമ്മുടെ എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശബരിമലയോട് ബഹുമാനമില്ലാതെയാണ് കേരള സർക്കാർ, ഇടത് നിരീശ്വരവാദ സർക്കാർ പെരുമാറിയത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്ന് കോടതിയുടെ ഭാഗത്ത്. പക്ഷേ രാഹുൽ, ഇതിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യണമെന്ന ആവശ്യം മാത്രമാണ് നിരസിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ഉണ്ടാകുന്ന തീരുമാനത്തിന് പിന്നീട് വേണമെങ്കിലും മേൽക്കോടതിയെ സമീപിക്കാമല്ലോ. മറ്റുള്ള കാര്യങ്ങളിൽ 9 ഹർജികളുണ്ട്. തീർച്ചയായും ചെയ്യാം സർക്കാർ. അത് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ അവകാശമാണ്. പക്ഷെ ആ ജനാധിപത്യ അവകാശങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് എല്ലാവരുടെയും ടാക്സ് മണി കൂടി എടുത്താണ് പലപ്പോഴും ദേവസ്വം ബോർഡ് അടക്കമുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികളുടെ സംവിധാനങ്ങൾ വിശ്വാസത്തിനെതിരെ തന്നെ വാദിച്ചത്. ഇതിന്റെ വിഷയം ഒന്ന് മാത്രമാണ്. ഇതിലെ വളരെ പോളിസി വൈസുള്ള വിമർശനം, ഫെയ്ത്ത് സെൻസിറ്റീവായ വിശ്വാസ സൗഹൃദപരമായ സമീപനം കേരള സർക്കാരിൽ നിന്നുണ്ടായില്ല. ധാർഷ്ട്യവും അഹങ്കാരവുമാണ് ഉണ്ടായത്. വളരെ മെച്വറായ രീതിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നൊരു സമീപനം സർക്കാർ എടുക്കാമായിരുന്നു. ഇപ്പൊ ചർച്ച് ബിൽ നമുക്ക് തന്നെ അറിയാം, ലെഫ്റ്റ് ഗവൺമെന്റ് കൊണ്ടുവന്നതല്ലേ വി ആർ കൃഷ്ണയ്യർ അടക്കമുള്ള ചർച്ച് ബിൽ. പക്ഷേ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സംഘടിത വോട്ട് ബാങ്ക് കണ്ട് പേടിച്ച് അത് കോൾഡ് സ്റ്റോറേജിൽ വെക്കുകയും മറുഭാഗത്ത് അസംഘടിതരായി കിടക്കുന്ന ഹിന്ദു ഭൂരിപക്ഷ ജനതയോട് ഒരു ബഹുമാനമില്ലാത്ത രീതിയിൽ പെരുമാറുകയും അവരുടെ വിശ്വാസങ്ങളെ ചവിട്ടിത്തേക്കുന്ന ഒരു സമീപനം കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ ഇതിലെ വസ്തുത. ഇനിയും കൂടുതൽ മേളിലോട്ട് പോയാലും
തിരിച്ചടികൾ തന്നെ ആയിരിക്കും സർക്കാർ നേരിടുക. കാരണം ന്യായം ഞങ്ങളുടെ ഭാഗത്താണ്, നീതി വിശ്വാസികളുടെ ഭാഗത്താണ്. പരിശോധനാ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണല്ലോ. ഇവിടെ ഇപ്പോൾ 9 ഹർജികൾ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിരീക്ഷണ സമിതിയുടെ നിയമിച്ചത് സാധൂകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റ് ഹർജികളിൽ ഇപ്പോഴത്തെ തീരുമാനം ഏത് രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു? രണ്ട് കാര്യങ്ങളാണ്. സർക്കാർ അവിടെ ചെയ്ത പല കാര്യങ്ങളും ഗോപ്യമായി രഹസ്യമായി ചെയ്തതാണ്. ഞങ്ങൾക്കും പോലീസ് സുഹൃത്തുക്കളും പോലീസുകാരുമായിട്ട് ബന്ധങ്ങളൊക്കെ ഉണ്ട്. അവർ പോലും അറിയാതെയാണ് പല കാര്യങ്ങളും അവിടെ ചെയ്തെടുത്തത്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ CPM-ലെ കണ്ണൂർ ലോബിയുടെ സ്വാധീനത്തോടുകൂടി പത്തനംതിട്ട കോട്ടയം അടക്കമുള്ള സ്ഥലങ്ങളിലെ പോലീസുകാരുടെ സഹകരണത്തോടുകൂടി സർക്കാർ അവിടെ ഒരു അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് വനിതാ മതിലിനടക്കം ഏറ്റവും കൂടുതൽ ആളെ കൂട്ടിയ SNDP അടക്കം വെള്ളാപ്പള്ളി നടേശൻ സാർ അടക്കം ഇതൊരു കെണിയാണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രീതി നടേശൻ അമ്മ വളരെ ശക്തമായും വനിതാ മതിലിനെ പിന്തുണച്ച വ്യക്തി അവസാനം ഞങ്ങളോട് ചതി ചെയ്തു എന്ന് പറഞ്ഞത്. ഞങ്ങൾ ആരും അങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചില്ല. രണ്ട്, വളരെ ഗൗരവമുള്ള കാര്യം, സുപ്രീം കോടതിയിൽ സർക്കാർ വ്യാജരേഖ സമർപ്പിച്ചു. 51 സ്ത്രീകൾ കയറിയുന്ന വ്യാജരേഖ അവരുടെ നമ്പറും ആധാർ നമ്പറും ഫോൺ നമ്പറും അടക്കം സമർപ്പിച്ചു. അത് സുപ്രീം കോടതിയിൽ അവസാനം എല്ലാവർക്കും മനസ്സിലായി കള്ളത്തരമാണ്. അതിലെ പേരുകൾ മാധ്യമങ്ങൾ, നിങ്ങളടക്കം ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ അത് പലരും ആണുങ്ങളാണ്, പലരും വന്നിട്ടില്ല. വ്യാജരേഖ സുപ്രീം കോടതിയിൽ കൊടുത്തു. എന്നിട്ട് അവസാനം കടകംപള്ളി സാർ 2 പേര് മാത്രമേ കയറിയുള്ളൂ എന്ന് നമ്മുടെ അസംബ്ലിയിൽ പറയുകയും ചെയ്തു. ശ്രീലങ്കൻ യുവതിയുടെ കാര്യത്തിൽ കള്ളം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം നിരീക്ഷണ സമിതിയുടെ ശ്രദ്ധയിലേക്ക് പലതവണയായി പെടുത്തിയിട്ടുണ്ട്. ശ്രീലങ്കൻ യുവതിയുടെ കാര്യത്തിൽ കള്ളം പറഞ്ഞത്, 51 സ്ത്രീകൾ കയറിയെന്ന് കള്ളം പറഞ്ഞത്, കനകദുർഗയും ബിന്ദുവിനെയും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ രഹസ്യമായി അവിടെ ഒളിച്ചു കടത്തിയെന്ന് പറഞ്ഞത്. അപ്പോ ഇതൊന്നും ചെയ്യേണ്ട കാര്യമല്ലായിരുന്നു. സർക്കാർ കുറെ കൂടെ പക്വമായി റിവ്യൂ ഹർജിയുടെ കാര്യം വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാമെന്ന് എന്ന ഒരു സ്റ്റേറ്റ്സ്മാൻലി അപ്രോച്ച് സഖാവ് പിണറായി വിജയൻ സാർ എടുക്കുമെന്നാണ് ഞങ്ങൾ ഏവരും പ്രതീക്ഷിക്കുന്നത്. രാഹുൽ, ഞാനൊന്ന് ഇടപെടുകയാണ്.